തലസ്ഥാന നഗരിക്കിത് പൂക്കാലം. വിനോദസഞ്ചാര വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേള 5ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പൂക്കളുടെ പ്രദർശനം കാണാനും ന്യൂ ഇയർ ലൈറ്റ് ഷോ ആസ്വദിക്കാനുമായി എത്തുന്നത് അനേകം പേരാണ്. പുഷ്പങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും മനോഹര കാഴ്ച കാണാൻ കനകക്കുന്നിലേക്ക് ആസ്വാദകരുടെ പ്രവാഹമാണ്. വൃത്തിയായി ചെത്തിയൊരുക്കിയ പുൽത്തകിടിയിൽ ശ്രദ്ധയോടെ അടുക്കിവെച്ച പൂച്ചെടികൾ വിവിധ വർണ്ണങ്ങളിൽ അവയങ്ങനെ മനോഹരമായി വിന്യസിച്ചിരിക്കുന്നു. കനകക്കുന്നിനെ പൂന്തോട്ടമാക്കി 100ഓളം ഇനത്തിൽപ്പെട്ട 35,000 ചെടികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിവിധതരം ഇലച്ചെടികളും പൂച്ചെടികളും ആ പ്രദർശനത്തിന്റെ ഭംഗി കൂട്ടുന്നു. ബോൺസായി വൃക്ഷങ്ങൾ, കള്ളിമുൾ ചെടികൾ, ഓർക്കിഡുകൾ എന്നിങ്ങനെ അനേകം സസ്യജാലങ്ങൾ കാഴ്ചക്കാരുടെ മനം കവരും. എനിക്ക് പൂവ് ഇഷ്ടമായി. ഇപ്പോൾ വസന്തോത്സവത്തിന്റെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞു. എൻ്റെ 200-ൽ പരം ബോൺസായി എക്സിബിറ്റ് ചെയ്യത്തക്കവണ്ണമുള്ള പ്ലാന്റ്സുകളുണ്ട്. പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഇൻസ്റ്റലേഷനുകൾ വസന്തോത്സവത്തിലെ പ്രധാന ആകർഷണമാണ്. 1,00,000-ലധികം പൂക്കൾ ഉപയോഗിച്ചാണ് ഓരോ ഇൻസ്റ്റലേഷനുകളും തയ്യാറാക്കിയിട്ടുള്ളത്. എക്സിബിഷന്റെ സാധനം കണ്ടിരിക്കുക സന്തോഷമാക്കി, എൻ്റെ അമ്മയെ സന്തോഷമാക്കി. നടവഴികളും മരങ്ങളും കൊട്ടാരമതിലുകളുമെല്ലാം ദീപപ്രഭയാൽ കൂടുതൽ മനോഹരമായിരിക്കുന്നു. കനകക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന ന്യൂ ഇയർ ലൈറ്റ് ഷോയിലെ പ്രധാനികളാണ് കൂറ്റൻ ഗ്ലോബും പോളാർ ബിയറും ഡൈനോസറുമെല്ലാം. ഡോൾഫിനും കൂറ്റൻ ഗ്ലോബും യൂറോപ്യൻ സ്ട്രീറ്റുമെല്ലാം ആസ്വാദകരുടെ പ്രധാന സെൽഫി സ്പോട്ടുകളാണ്. അനന്തപുരിക്കിത് ആഘോഷങ്ങളുടെ വസന്തകാലമാണ്. പുഷ്പ പ്രദർശനമൊരുക്കിയും ദീപാലങ്കാരങ്ങൾ ഒരുക്കിയും കനകക്കുന്ന് ആ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്നു. ക്യാമറാമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.